ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിനും ആരോഗ്യത്തിനും ഹാനികരം. പ്രണയ, ഹോംവർക്ക് ചെയ്തില്ലേ നീ? അമ്മ, അതിന് ഹോംവർക്ക് ഉണ്ടായിട്ട് വേണ്ടേ? ഇന്നലെ ലഹരിക്കെതിരെ ക്ലാസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായില്ല. ഇന്നലെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന ക്രയോൺസ് മേശയുടെ അകത്തുണ്ട്. അതിനി എടുക്കാൻ മറക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗിൽ ഉണ്ടായാ മതി. ഭക്ഷണം കഴിക്കാണ്ട് നീ പോവില്ല കേട്ടോ. കഴിഞ്ഞ വേഗം വന്നേ നീ. നിന്നെ കൊണ്ടാക്കിയിട്ടാണ് അച്ഛന് പോവാൻ. നിങ്ങളുടെ ചുറ്റിലും ഇവരിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാവും, ചിലപ്പോൾ തിരക്കേറിയ ഇടങ്ങളിലാവും. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ലഹരിയുടെ കെണിയിൽപ്പെട്ട് നാട്ടിലും വീട്ടിലും ഭീതി വിതയ്ക്കുന്ന സംഘങ്ങൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് നടക്കുന്നതിനിടയിലാണ് ലഹരിക്കടിമയായ സ്വന്തം മകനെ അമ്മയ്ക്ക് പോലീസിൽ ഏൽപ്പിക്കേണ്ടി വന്നത്. തൻ്റെ മകൻ സിനിമകളിലെ അക്രമങ്ങളും നിങ്ങളൊക്കെ എന്താ അമ്മയെ പ്രതികരിക്കാത്തത്? ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് എന്ത് പ്രതികരിക്കാത്തത്? നമുക്ക് ചുറ്റും ഓരോ കാഴ്ചകളൊക്കെ കാണുന്നത്, ലഹരി വസ്തുക്കളുടെ കച്ചവടം നടക്കണത്, പറഞ്ഞു കൊടുക്കാൻ രഹസ്യ നമ്പറൊക്കെ ഉണ്ട്. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ റെഡിയായി, മോള് പോവാൻ നോക്ക്. DYSP രാംദാസ് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതോടുകൂടി സംസ്ഥാനത്ത് ഈ മാസം രജിസ്റ്റർ ചെയ്ത ലഹരി കേസിൽ 1500 മുകളിൽ. മോളെ ബാഗ് കിട്ടിയ വാർത്ത, കൊച്ചിയിൽ വൻ ലഹരി വേട്ട. യുവതിയടക്കം 3 പേർ അറസ്റ്റ്. കൊച്ചിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളിലെ കണ്ണികളാണോ ഇവരെന്ന് സംശയിക്കുന്നു. വൈദ്യ പരിശോധനയിൽ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടതായി കണ്ടെത്താൻ. എന്താ അച്ഛാ ലഹരിക്കെതിരെ ആരും പ്രതികരിക്കാത്തേ? അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയ നമ്മുടെയൊക്കെ ജീവിതം പോകുമ്പോളെ. ഇത്തരം കാര്യങ്ങൾ അവരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ പോരെ? അത് നമ്മളാണ് പറഞ്ഞതെന്ന് അവർ പുറത്തു വിടില്ലല്ലോ അച്ഛാ. അതങ്ങനെയല്ല മോളെ. ഹലോ, ഞാനിതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്നും പോണ്ടെന്ന് അവർ പറയണേ. ശരിയാ, ഞാനും വീട്ടിൽ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോണ്ടെന്ന് എന്നോടും പറഞ്ഞേ. എല്ലാവർക്കും പേടിയാ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. പ്രണയ, നീ ആ സ്റ്റാച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഹരി ഭീകരന്റെ കയ്യിൽ നിന്നും സ്കൂൾ കുട്ടികളെ സംരക്ഷിക്കുന്ന കേരള പോലീസിന്റെ കരങ്ങളത്. എന്തായാലും ഇത് നമ്മളൊക്കെ പ്രതികരിക്കുക തന്നെ വേണം.
പോയി മേലഴിയിട്ട് വായോ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇതിനൊക്കെതിരെ പ്രതികരിക്കാന്നല്ലേ? നിങ്ങൾ കാർട്ടൂൺ കാണുകയും ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു ഫോൺ മതി, ഒരൊറ്റ മൊബൈൽ ഫോൺ. ജാക്കി, എങ്ങനെ ഇതിനൊക്കെതിരെ പ്രതികരിക്കാന്നല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു ഫോൺ മതി, ഒരൊറ്റ മൊബൈൽ ഫോൺ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും പ്രണയ. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് മെയിൽ സസ്പെക്റ്റുകൾ കസ്റ്റഡിയിലായിട്ട് 20,000 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഫോണും പിടിച്ചിട്ടുണ്ട്. ഓവർ HQ റോജർ ആൽഫ 1 എവിഡൻസ് സീൽ ചെയ്തു. സസ്പെക്റ്റുകൾ നെയിം ID ഓവർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നകുൽ ദേശ്മുഖ്, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മയക്കുമരുന്ന് ബന്ധപ്പെട്ട ഇൻഫോർമേഷനോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ യോദ്ധാവോ ഫോൺ ഹെൽപ്പ് ലൈൻ 9959966666 ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. നിങ്ങൾ പറഞ്ഞ ഇൻഫോർമേഷന് പോലീസ് രഹസ്യമായി അത് അന്വേഷിക്കും, പിന്നെ അതിൻ്റെ പ്രത്യേകം എല്ലാ കാര്യങ്ങളും പിടിക്കും. പേടിക്കേണ്ട, കേരള പോലീസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്.